അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മരുഭൂമിയിലൂടെ നടന്നു വരുമ്പോ ഒരു വേട്ടക്കാരൻ ഒരു മാനിനെ പിടിച്ചിട്ട് സന്തോഷത്തോടെ കൊണ്ടുപോവുകയാണ്. ഒരു വേട്ടക്കാരൻ അല്ലാഹുവേ പടച്ചവനെ അവിടെ നിന്ന് കെണി വെച്ചിട്ട് ഒരു മാനിനെ പിടിക്കുകയാണ്. ഒരു മാൻപേടയെ കിട്ടിയ സന്തോഷത്തോടെ ആ മനുഷ്യനതാ നടന്നു പോകുമ്പോ വേട്ടക്കാരന്റെ പിടിയിൽ പെട്ടുപോയ മാനുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുമ്പോ ആ മാന് കരഞ്ഞുകൊണ്ട് പറയുന്ന നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ എന്നെ ഒന്ന് സഹായിക്കുമോ നബിയേ, എന്നെ ഒന്ന് രക്ഷിക്കുമോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വേട്ടക്കാരന്റെ കയ്യിലിരിക്കുന്ന മാന് പറയുകയാണ്, നബിയേ അല്പസമയത്തേക്ക് എന്നെ വന്ന് മോചിപ്പിക്കുവോ, എന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് എന്റെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തിട്ട് അവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാ നബിയേ, എന്നെ അല്പസമയത്തേക്കൊന്ന് മോചിപ്പിച്ചു തരുവോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മാൻപേട പറയുന്നത് കേട്ടിട്ട് വേട്ടക്കാരനോട് പറഞ്ഞു, മനുഷ്യാ ഈ മാൻപേടയെ ഒരല്പസമയത്തേക്ക് നീ മോചിപ്പിച്ചു കൊടുക്കുവോ, അതതിന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് അതിന്റെ മക്കൾക്ക് പാല് കൊടുത്തിട്ട് ആ കുഞ്ഞുങ്ങളുടെ ആരെയെങ്കിലും ഒന്ന് ഏൽപ്പിച്ചിട്ട് തിരിച്ചു വരും. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആ വേട്ടക്കാരൻ ചോദിക്കുന്നു, നീ എന്തേ പറയുന്നത്, നിങ്ങൾ എന്തേ പറയുന്നത്, ഈ മാൻപേട പോയാ തിരിച്ചു വരില്ലല്ലോ, രക്ഷപ്പെട്ടു പോയാ പോകുമല്ലോ, പിന്നെ എന്തേ മുഹമ്മദേ നീ ഇങ്ങനെ പറയുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വേട്ടക്കാരൻ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ മാനിനോട് ചോദിച്ചു, നീ പോയിട്ട് തിരിച്ചു വരുവോ, നീ പോയിട്ട് തിരിച്ചു വരുവോ. ആ സമയത്ത് ആ മാൻ പറഞ്ഞ ഒരു മറുപടിയാണ് എനിക്ക് നിങ്ങളോട് പറയാറുള്ളത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ മാൻ പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ പേര് കേട്ടിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യനെ സ്വലാത്ത് പറഞ്ഞില്ലെങ്കിൽ അവന്റെ മുകളിൽ അല്ലാഹുവിന്റെ ശാപം ഇറങ്ങുമല്ലോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേര് പറയുന്നത് കേട്ടിട്ട് ഒരു മനുഷ്യന് സലാത്ത് പറഞ്ഞില്ലെങ്കിൽ അവന്റെ മുകളിലേക്ക് അല്ലാഹുവിന്റെ പടച്ചറപ്പിന്റെ ശാപം ഇറങ്ങുമല്ലോ നബിയേ. ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ അല്ലാഹുവിന്റെ ശാപം എന്റെ മുകളിൽ ഉണ്ടാകട്ടെ നബിയേ. ആ മാൻപേട പറഞ്ഞു എന്ന് സ്വഹാബത്ത് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ പ്രവാചകന്റെ പേരൊരു മനുഷ്യന്റെ മുന്നിൽ പറയപ്പെട്ടു. ആ മനുഷ്യന് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് കേട്ടിട്ട് സലാത്ത് പറയാത്ത മനുഷ്യനുണ്ടല്ലോ, അവൻ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ പോരാ, നബി മുഹമ്മദ് മുസ്തഫ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേര് പറയുന്നത് കേട്ടിട്ട് സലാത്ത് പറയാത്തവന് അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഈ സദസ്സിൽ വന്നിരുന്നിട്ട് അല്ലാഹുവിന്റെ ശാപം വാങ്ങിയിട്ട് പോകരുത്. അതാ ഞാൻ പറഞ്ഞു. പ്രവാചകന്റെ പേര് പറയുന്നത് കേട്ടിട്ട് സ്വലാത്ത് പറയാത്തവന് പടച്ച റബ്ബിന്റെ ശാപം കിട്ടുന്ന അള്ളാന്റെ ശാപം വാങ്ങി വെച്ചാ പിന്നെ നീ രക്ഷപ്പെടൂല. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഈ ലക്ഷക്കണക്കിന് സ്വലാത്ത് പറയുമല്ലോ, ഈ ലക്ഷക്കണക്കിന് സ്വലാത്ത് പറയുന്നവളല്ലേ, നിനക്ക് എന്ത് പ്രതിഫലം? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, സഹോദരങ്ങളോട്,
കഴിഞ്ഞ ഡിസംബർ 25 ശേഷം അല്ലാഹുവേ ഈ ഒരു വർഷക്കാലം അല്ലാഹുവേ ലക്ഷക്കണക്കിന് സ്വലാത്ത് പറഞ്ഞവരുണ്ടല്ലോ. നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? മഹാനായ അബുൽ ഖസ്സാൻ റളിയല്ലാഹു തആല പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് സ്വലാത്ത് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് സ്വലാത്ത് പറഞ്ഞവരല്ലേ, ലക്ഷക്കണക്കിന് സ്വലാത്ത് പറഞ്ഞവരല്ലേ, ഓരോ ദിവസവും ആയിരക്കണക്കിന് സ്വലാത്ത് പറഞ്ഞവരല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യർ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ ഒരു ദിവസം 100 സ്വലാത്ത് പറഞ്ഞാൽ അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? ഈ ഒരു വർഷക്കാലം പടച്ചറപ്പ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞവരാ. ഈ സ്വലാത്ത് പറഞ്ഞ നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? ഒരു മനുഷ്യന് 100 പ്രാവശ്യം ഒരു ദിവസം സ്വലാത്ത് പറഞ്ഞാൽ ആ മനുഷ്യൻ അന്നത്തെ ദിവസമുണ്ടല്ലോ രാവും പകലും ഇബാദത്ത് ചെയ്ത പ്രതിഫലം ആ മനുഷ്യന് കിട്ടുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ എന്ന ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ അല്ലാഹുവേ 24 മണിക്കൂറും പടച്ചറപ്പിന് വേണ്ടി ഇബാദത്ത് ചെയ്ത നിസ്കരിച്ച ഖുർആൻ ഓതിയ ദിക്റുകൾ പറഞ്ഞ പ്രതിഫലം കിട്ടുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ പ്രതിഫലമാണ്. അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയാ, നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്ത പ്രതിഫലം അല്ലാഹു തരികയാണ്. മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഒരു ചരിത്രം പറഞ്ഞു തരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ ആ പറയുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ ഖലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഒരു വൃത്തികെട്ട മനുഷ്യനുണ്ടായിരുന്നു. പടച്ചവരെ പാപങ്ങൾ ചെയ്തു അല്ലാഹുവേ വളരെ മോശമായ ജീവിതം നയിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനെ എല്ലാവർക്കും വല്ലാത്ത വെറുപ്പായിരുന്നു, ആ മനുഷ്യനോട് എല്ലാവർക്കും വല്ലാത്ത ദേഷ്യമായിരുന്നു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പെട്ടെന്നൊരു ദിവസം ആ മനുഷ്യന് മരണപ്പെടുകയാണ്. ഒരു ദിവസം ആ മനുഷ്യൻ മരണപ്പെട്ടു. ആരും മയ്യത്ത് കുളിപ്പിക്കാൻ പോകുന്നില്ല, ആരും മയ്യത്ത് പൊതിയാ പോകുന്നില്ല, മയ്യത്ത് നിസ്കരിക്കാൻ ആരും പോകുന്നില്ല, ഖബർ കുഴിക്കാൻ ആരും പോകുന്നില്ല. ആ മനുഷ്യൻ മരിച്ചു കിടക്കുകയാണ്. നാട്ടുകാർ മുഴുവനും തിരിഞ്ഞു നോക്കുന്നില്ല, കാരണം അത്രയ്ക്ക് വൃത്തികെട്ട ഒരു മനുഷ്യനാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മഹാനായ ഖലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയുടെ മുന്നിലേക്ക് മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അവിടെ വന്നിട്ട് പറയുന്നു, മൂസാ നബിയേ, ആ മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിക്കണം നബിയേ, ആ മനുഷ്യന്റെ കഫം പൊതിയണം നബിയേ, ആ മനുഷ്യന്റെ മയ്യത്ത് നിസ്കരിക്കണം നബിയേ, ആ മനുഷ്യന് വേണ്ടി ഖബർ കുടിച്ചു കൊടുക്കണം നബിയേ, ആ മനുഷ്യനെ ഖബറടക്കണം നബിയേ. മൂസാ നബിയോട് പടച്ചറപ്പ് പറയുകയാ. നാട്ടുകാര് മുഴുവനും ആ മനുഷ്യനെ തിരിഞ്ഞു നോക്കാതെ ഇരുന്നപ്പോ പ്രവാചകനോട് പറയുന്നു, എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്യണം. മൂസാ നബി അലൈഹിസ്സലാമിനോട് അവിടുന്ന് ജിബ്രീൽ വന്ന് പറഞ്ഞു കൊടുക്കുകയാ. മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് ചോദിച്ചു, ഈ മനുഷ്യന് എന്തേ ഇത്ര പ്രതിഫലമുണ്ട്? ഈ മനുഷ്യന് ഇത്ര വലിയ ഒരു പ്രതിഫലം കേട്ടാ, ഈ മനുഷ്യന് ഇത്ര വലിയ മഹത്വം കേട്ടാ, കാരണം എന്താണെന്ന് അല്ലാഹുവേ മൂസാ നബി അലൈഹിസ്സലാം പടച്ചറപ്പിനോട് ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്നു, മൂസാ, ആ മനുഷ്യൻ ഒരിക്കൽ തൗറാത്ത് വായിച്ചു കൊണ്ടിരിക്കുമ്പോ, തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് വായിച്ചു കൊണ്ടിരിക്കുമ്പോ അതിനകത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറയുകയാ. ലോകത്തിന്റെ നേതാവിന്റെ പേരിങ്ങനെ എഴുതിയിട്ടുണ്ട്. അത് വായിക്കുമ്പോ ആ മനുഷ്യനൊരു സലാത്ത് പറഞ്ഞു, നബിയേ,
അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേര് പറഞ്ഞപ്പോ ആ മനുഷ്യനൊരു സലാത്ത് പറഞ്ഞു. ആ സ്വലാത്തിന്റെ പ്രതിഫലമാണ് അള്ളാഹു ഈ മനുഷ്യന് കൊടുത്തതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകൻ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോ അതിനകത്ത് പ്രവാചകന്റെ പേരുണ്ടായിരുന്നു. ആ പേര് വായിച്ചപ്പോ ആ മനുഷ്യൻ ആ പേരിനെ ബഹുമാനിച്ചു, അവിടെ നിന്ന് സ്വലാത്ത് പറഞ്ഞു. അള്ളാഹു അതിന് കൊടുത്ത പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പായിപ്രയിൽ നിന്ന് വന്നിട്ടുള്ള ആഷിഖ് എന്ന മുത്തഅല്ലിം ഈ വേദിയിൽ ഉണ്ടെങ്കിൽ സ്റ്റേജിന്റെ അടുത്തേക്ക് വരണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആഷിഖ് എന്ന് പറയുന്ന മകൻ മുത്തല്ലിമായൊരു കുട്ടിയാണ്, അവനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കുട്ടി പരിസരത്ത് എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കമ്മിറ്റിക്കാരുമായി ബന്ധപ്പെടുക. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക, പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞാ കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്താണ്? മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ജാബിർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന സഹാബ, ഒരിക്കലും മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു ചോദിച്ചു, മൂസാ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ, അല്ലാഹുവിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ ദാഹമില്ലാതെ ഇരിക്കണോ മൂസാ? എന്റെ പ്രിയമുള്ളവരെ, സ്വലാത്ത് പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രതിഫലം പറഞ്ഞു തരാ. ലക്ഷക്കണക്കിന് സ്വലാത്ത് പടച്ചവനെ ഓരോ ദിവസവും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പറഞ്ഞവരല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നാളെ കബറിനകത്ത് നിന്നെഴുന്നേറ്റിട്ട് പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുമല്ലോ. അന്ന് ചെമ്പിന്റെ തറയാണല്ലോ, തലയുടെ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ദിവസമാണല്ലോ, തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ദിവസമാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് പറഞ്ഞ ചെറുപ്പക്കാരാ, സലാത്ത് പറഞ്ഞ പെങ്ങള്, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ ഹൗദുൽ കൗസർ എന്ന് പറയുന്ന വെള്ളമല്ലാതെ, ഹൗദുൽ കൗസർ എന്ന് പറയുന്ന ആ പുണ്യമായ പാനീയമല്ലാതെ മറ്റൊരു പാനീയമില്ലാത്ത ദിവസമുണ്ടല്ലോ. പടച്ചറപ്പിന്റെ അർശിന്റെ താഴ്ഭാഗമല്ലാതെ പടച്ചവരെ തണലില്ലാത്ത ഒരു സ്ഥലമില്ലല്ലോ. ആ പടച്ചറപ്പിന്റെ പരലോകത്തിങ്ങനെ നിൽക്കുമ്പോ ജനങ്ങൾ അവിടെ നിന്നുകൊണ്ട് പടച്ചവരോട് പറയുന്നു, അല്ലാ, നരകമാണെങ്കിൽ നരകം, സ്വർഗമാണെങ്കിൽ സ്വർഗം, പടച്ചവനെ നരകത്തിലിട്ടാൽ കുഴപ്പമില്ല റബ്ബേ, ഇവിടെ നിൽക്കാൻ വയ്യ പടച്ചവര്, എന്റെ കാല് പൊള്ളുന്ന റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ നാളെ പരലോകത്ത് കിടന്ന് കരയുന്ന ദിവസമുണ്ടല്ലോ. ചെമ്മിന്റെ തറയിൽ നിന്നുകൊണ്ട് വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാതെ തലകുനിച്ച് വസ്ത്രമില്ലാതെ ജനങ്ങൾ കരയുന്ന ദിവസമുണ്ടല്ലോ. എത്ര വെള്ളം കുടിച്ചാൽ ദാഹം മാറാത്ത ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ അവന് നാളെ പരലോകത്ത് അല്ലാഹു ദാഹം കൊടുക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് നിനക്ക് കിടന്ന് യാചിക്കേണ്ടി വരില്ല. അവിടെ കിടന്ന് വെള്ളത്തിന് വേണ്ടി കിടന്ന് നിനക്ക് യാചിക്കേണ്ടി വരില്ല. അല്ലാഹു നിനക്ക് ദാഹം തരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ നാലാമത്തെ പ്രതിഫലം എന്ത്? ലക്ഷക്കണക്കിന് സലാത്ത് പറഞ്ഞിട്ട് ആ കണക്കിന് എല്ലാ ചെയ്ത് പറഞ്ഞിരിക്കുന്ന ആ കോടാനുകോടി സലാത്തുകൾ മുഴുവനും അങ്ങ് മദീനയിലെ റൗള ശരീഫിന്റെ താഴെ കിടന്നിറങ്ങുന്ന അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗളയിലേക്ക് അല്ലാഹുവേ ഇവിടെ ഇരുന്ന് കൊണ്ട് നേർച്ച ചെയ്യാ വന്ന പെങ്ങള് ഇവിടേക്ക് വരുമ്പോ നിന്റെ മനസ്സിന്റെ ഉള്ളിൽ പല പല ആഗ്രഹങ്ങളാണല്ലോ. എന്തെല്ലാം പ്രതീക്ഷയോട് അല്ലാഹുവേ ഒരുപാട് ആഗ്രഹങ്ങളോട് കടന്നു വന്നതല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, എന്റെ പേരിൽ ആരെങ്കിലും സ്വലാത്ത് പറഞ്ഞാല്, എന്റെ പേരിൽ ഏതെങ്കിലും ഒരു മനുഷ്യർ സ്വലാത്ത് പറഞ്ഞാൽ ആ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, പെങ്ങളെ ഈ സദസ്സിൽ വരുമ്പോ നിനക്കൊരാഗ്രഹമല്ലേ ഉള്ളൂ, ഉസ്താദേ കടം മാറണം, ഉസ്താദേ രോഗം മാറണം, ഉസ്താദേ പ്രയാസം മാറണം, എന്റെ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകണം, എന്റെ മക്കൾക്ക് നല്ല ജീവിതം ഉണ്ടാകണം, എന്റെ ഭർത്താവ് നന്നാകണം, മാരക രോഗങ്ങൾ മാറണം, അറുത്തുമുറിക്കുന്ന രോഗത്തെ തൊട്ട് പടച്ചവൻ കാക്കണം, എന്റെ കടം മാറണം, എനിക്ക് സുഖപ്രസവം കിട്ടണം, എനിക്ക് സ്വാലികാക സന്താനങ്ങളെ കിട്ടണം, എന്റെ ജോലിയിൽ ബർക്കത്തുണ്ടാകണം, എന്റെ സമ്പത്തിൽ ബർക്കത്തുണ്ടാകണം. പടച്ചവരെ നൂറുകണക്കിന് പ്രതീക്ഷയുമായി നൂറുകണക്കിന് ആഗ്രഹവുമായി ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരില് സ്വലാത്ത് പറഞ്ഞ നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? ഓരോ ദിവസം പെങ്ങള് ഓരോ ദിവസവും അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം കേൾക്കണോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്ന സഹാബ, ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരില് സ്വലാത്ത് പറഞ്ഞാൽ ഈ ദുനിയാവിലെ 30 കാര്യങ്ങള് അല്ലാഹു സാധിച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞ നിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള 30 മോഹങ്ങളുണ്ടല്ലോ, ഒന്നല്ല പെണ്ണ്, 10 പെണ്ണ്, നിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള അതാ 30 ആഗ്രഹങ്ങൾ അല്ലാഹു സാധിച്ചു തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഈ ദുനിയാവിലെ 30 കാര്യങ്ങൾ അല്ലാഹു സാധിച്ചു തരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്ന പെങ്ങളെ ബാക്കി 70 കാര്യങ്ങളുണ്ടല്ലോ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തില് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞ നിന്റെ 70 കാര്യങ്ങൾ അല്ലാഹു സാധിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരില് സ്വലാത്ത് പറഞ്ഞാ കിട്ടുന്ന ഒരു പ്രതിഫലം 30 ദുനിയാവിലെ 30 ആഗ്രഹങ്ങൾ അല്ലാഹു സാധിച്ചു തരും. നാളെ പടച്ചറപ്പിന്റെ പരലോകത്തില് 70 പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുനിയാവിൽ ഓരോ ദിവസവും സലാത്ത് പറയുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഓരോ ദിവസവും നീ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുമ്പോൾ നിന്റെ ഈ ദുനിയാവിലെ 30 കാര്യങ്ങൾ അല്ലാഹു സാധിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ ഓരോ ദിവസവും നിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള 30 മോഹങ്ങൾ, ആഗ്രഹങ്ങൾ അല്ലാഹു സാധിച്ചു തരും. 2, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് ചെല്ലുമ്പോ അവിടെയാണ് നിനക്ക് സഹായം വേണ്ടത്, അവിടെയാണ് ആരും സഹായിക്കാനില്ലാത്തത്. ആ ദിവസം നിന്റെ 70 പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകനിലേക്ക് അടുത്താൽ മാത്രമേ നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയൂ. അല്ലാഹുവിലേക്ക് നമുക്ക് അടുക്കണമെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ സ്നേഹിച്ചാലേ, അവിടേക്ക് അടുത്താൽ മാത്രമേ നമുക്ക് അല്ലാഹുവിലേക്ക് എത്താൻ കഴിയൂ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കണം, ആ പ്രവാചകന്റെ ജീവിതം മുറുകെ പിടിക്കണം. അങ്ങനെ മുറുകെ പിടിക്കുമ്പോ നിനക്ക് പ്രവാചകനിലൂടെ പടച്ച റബ്ബിന്റെ മുന്നിലെത്താൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നിന്നെ ഇഷ്ടപ്പെട്ട്
കഴിഞ്ഞാൽ, അള്ളാഹു നിന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആരെന്നറിയോ? ഒരു മനുഷ്യനെ പടച്ചിറപ്പ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവന്റെ കണ്ണ് അല്ലാഹുവാകും, അവന്റെ കൈ അല്ലാഹുവാകും, അവന്റെ കാൽ അല്ലാഹുവാകും, അവന്റെ ഹൃദയം അല്ലാഹുവാകും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവന്റെ സർവ്വ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാലും നിന്നെ കൊണ്ട് പറ്റൂല. മോശമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിനക്ക് എത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ചെയ്യാൻ കഴിയില്ല. കാരണം നിന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സ്നേഹിച്ചവരിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു അവന് 5 പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഏതെങ്കിലും ഒരു മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടാൽ ഈ ദുനിയാവിൽ വെച്ച് അള്ളാഹു അവന് 5 പരീക്ഷണങ്ങൾ കൊടുക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പറയുന്ന 5 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം എന്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ അള്ളാഹു സ്നേഹിക്കുന്നുണ്ട്, പ്രവാചകൻ സ്നേഹിക്കുന്നുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ ആഗ്രഹമുള്ളവരെന്ന് കൈവക്കുക. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വപ്നം കാണാൻ കൈവെക്കാത്ത ആരെങ്കിലും ഉണ്ടോ? പോനൊന്ന് കാണട്ടെ, ഉറങ്ങിട്ടിരിക്കുക. അതിനെന്താ പിശുക്കത്തിനെന്താ? അരക്കയ്യന്മാരാരെങ്കിലും അരക്കൈ പൊക്കണമെങ്കിൽ നല്ലതുപോലെ ഒക്കെ നിങ്ങളെങ്ങനെ? അൽഹംദുലില്ലാഹ്. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണം. എവിടെ വെച്ച്? ഈ ദുനിയാവിൽ നിന്ന് കണ്ണടയുന്നതിന് മുമ്പ് നിനക്ക് കാണും. മരണസമയത്തും മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കുന്ന സമയത്തും നിനക്ക് അള്ളാഹുവിന്റെ പ്രവാചകനെ കാണാൻ കഴിയും. 6 അടി മണ്ണിനകത്ത് കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ട് എല്ലാവരും തിരിച്ചു പോകുമ്പോ റൗളയുടെയും നിന്റെ ഖബറിന്റെ ഇടയിൽ ഒരു വാതിലുണ്ടാകും. ആ വാതിൽ തുറന്നിട്ട് നിനക്ക് അള്ളാഹുവിന്റെ റസൂലിനെ കാണാം. നാളെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അവിടെയും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിനക്ക് കാണാൻ കഴിയും. ആ പ്രവാചകന്റെ അതിഥിയായി നിനക്ക് സ്വർഗത്തിൽ കടക്കാം. നാളെ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്ത് ചെയ്യണമെന്നറിയോ? തലകുത്തി ഒന്നും നിൽക്കണ്ട. എന്ത് ചെയ്യണമെന്നറിയുവോ? തലകുത്തി കിടന്ന് നിസ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഒറ്റ ആയത്ത് ഓതിയാൽ മതി. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് നീ എല്ലാ ദിവസവും ഓതിയാൽ നിനക്കിതിനുള്ള ഭാഗ്യം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഓതാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തോതിയാ മതി? തണുക്കണ പൊതച്ചു കൂടി ഇങ്ങനെ ഇരിക്കണ എല്ലാരും എന്ത് ചെയ്താ മതി? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്ത് ഓതിയാ മതി. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഓതാമെന്ന് മനസ്സുള്ളവർ കൈവക്ക്. ഒറ്റ ആയത്ത്. എന്താ പടച്ചോനെ, പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കിയ പടച്ചോനെ 50 ബസ് വിളിച്ചു വരാം. പൈസ ഞാൻ ചോദിക്കും, അപ്പോഴിതുപോലെ ഈ ഉത്സാഹം അപ്പോഴും വേണം. ഈ ഉത്സാഹം കാണിക്കാൻ അപ്പോഴും അള്ളാഹു നമ്മുടെ മുഖത്ത് കണ്ട ഈ ചിരി അള്ളാഹു മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തി തരുമാറാകട്ടെ. നീ എന്തിനാ ഉമ്മ പേടിക്കണം? നിനക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാകും. നീ ചിരിച്ചോ, നല്ലതുപോലെ ചിരിച്ചോ. മരിക്കണ സമയത്ത് നിന്റെ മുഖത്ത് ഈ ചിരി ഉണ്ടാകും. നീ മരിച്ചു കിടക്കുമ്പോ നിന്റെ മയ്യത്ത് കാണാൻ വരുന്നവര് മുഴുവനും നീ മരിച്ചതുപോലെ മരിക്കാൻ കൊതിക്കും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട്, ഓരോ ദിവസവും അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുന്ന മുസ്ലിമേ, അല്ലാഹുവേ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുന്ന മനുഷ്യര് അല്ലാഹു നല്ല മരണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
ഞാനും നിങ്ങളും ജീവിക്കുന്നത് അതിനു വേണ്ടിയല്ലേ? എന്റെയും നിങ്ങളുടെയും മോഹം അത് തന്നെയല്ലേ? എപ്പോ എവിടെ വെച്ച് മരിച്ചാലും ഈമാനോടുകൂടി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന് പറയുകയാ, മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, എന്റെ പ്രിയമുള്ളവരെ, മരണത്തിന് വല്ലാത്ത വേദനയാണ്. ആ മരണവേദന സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ അല്ലാഹുവേ ചിലര് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നത്, അവര് കൈകാലിട്ടടിക്കുന്നത്, അവര് പേടിച്ചു പോകുന്നത് ആ മരണത്തിന് വല്ലാത്ത വേദനയുള്ളത് കൊണ്ടല്ലേ? എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ മുടങ്ങാതെ സ്വലാത്ത് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നിന്റെ മരണവേള എങ്ങനെയെന്നറിയുമോ? നിന്റെ മരണസമയം എങ്ങനെയെന്നറിയുമോ? അന അഖ്ബിലു റൂഹഹു കമാ അഖ്ബിലുൽ അർവാഹുൽ അംബിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാ, അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ അല്ലാഹുവിന്റെ പ്രവാചകന്മാര് ആദം നബി മുതൽ അസ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള ലക്ഷക്കണക്കിന് പ്രവാചകന്മാര്, അംബിയാ, മുർസലീങ്ങളുണ്ടല്ലോ, അവരുടെ റൂഹ് പിടിച്ചതുപോലെ മലക്ക് നിന്റെ റൂഹ് പിടിക്കും പെങ്ങളെ. എണ്ണയ്ക്കകത്ത് നിന്ന് നൂല് വലിച്ചെടുക്കുന്നത് പോലെ, എണ്ണയ്ക്കകത്ത് നിന്ന് നൂല് വലിച്ചെടുക്കുന്നത് പോലെ അല്ലാഹുവേ മലക്കുൽ മൗത്ത് നിന്റെ റൂഹ് പിടിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകനിലൂടെ മാത്രമേ അല്ലാഹുവിലേക്ക് എത്താൻ കഴിയൂ. ആ പ്രവാചകനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, ആ പ്രവാചകനെ മനസ്സിലാക്കിയ നിനക്ക് അല്ലാഹുവിനെ മനസ്സിലാക്കാൻ കഴിയുകയാണ്. പടച്ചറപ്പിനെ നീ മനസ്സിലാക്കിയ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബ, ആ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന, ആ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഭാഗ്യം എന്തെന്നറിയുമോ? ഒരു മനുഷ്യനെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ, ഒരു മനുഷ്യനെ അല്ലാഹു ഇഷ്ടപ്പെട്ട ആ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? യാ സഹാബ, നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യനെ അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ അല്ലാഹുവിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, അവന് തെറ്റ് ചെയ്യണമെന്ന് തോന്നിയാലും ചെയ്യാൻ കഴിയില്ല. അവനൊരു തെറ്റ് പറ്റിപ്പോയാ, എന്റെ പ്രിയമുള്ളവരെ, ഞാനോ നിങ്ങളോ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് അല്ലാഹു തിരുത്തി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, ഒരു തെറ്റ് പറ്റിയാ പടച്ചറപ്പ് തിരുത്തി തരികയാ, മനസ്സിന്റെ ഉള്ളിൽ തോന്നല് തരികയാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പടച്ചവരെ, ഇസ്ലാമിന്റെ തുടക്കകാലത്ത് പ്രവാചകൻ അബൂജഹലും മുത്തബത്തും ശൈബത്തും ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കളാ. അവരെ മുഴുവനും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് ഇസ്ലാമിന്റെ ശത്രുക്കളെ ദീനിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാ. ആ സമയമുണ്ടല്ലോ, രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. പാവപ്പെട്ട സഹാബിയാണ്, കണ്ണ് കാണാത്ത സഹാബിയാണ്. ആ സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. പ്രവാചകനാണെങ്കിലോ പടച്ചവനെ, മക്കയിലെ ഏറ്റവും വലിയ പണക്കാര് ഇസ്ലാമിന്റെ ശത്രുക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നില് ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു അവിടെ കടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നു അവിടുന്ന് സലാം പറയുകയാണ്. ഒരു സംശയം ചോദിക്കാമെന്നതാ, ഒരു സംശയം ചോദിക്കാമെന്നതാ. അല്ലാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ, ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു സംശയം ചോദിക്കാൻ കടന്നു വന്നപ്പോ പ്രവാചകന്റെ നെറ്റിത്തടമൊന്ന് ചുളിയുകയാണ്. ഈ അവസരത്തിലാണോ വരുന്നത്? ഈ അവസരത്തിലാണോ വരുന്നത്? പ്രവാചകന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു തോന്നൽ കടന്നു വന്നപ്പോ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ
ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് ഓതി കൊടുക്കുന്നു അബസ വതവല്ല അൻജാഅഹുൽ അമാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ. പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്ന കണ്ണിന് കാഴ്ചയില്ലാത്ത ആ സഹാബി സലാം പറഞ്ഞപ്പോ അവിടുന്ന് സംശയം ചോദിക്കാമെന്നപ്പോ ഈ അവസരത്തിലാണോ കടന്നു വന്നത് എന്ന് കരുതിയിട്ട് പ്രവാചകന്റെ മുഖമൊന്ന് ചുളുങ്ങിയപ്പോ ജിബ്രീൽ വന്നിട്ട് പറയുന്നു നബിയേ അബസ വതവല്ല അൻജാഅഹുൽ അമാ. ഒരു കണ്ണ് കാണാത്ത ഒരു സഹാബി പടച്ചുറപ്പേ അവിടുന്ന് അങ്ങയോട് ഒരു സംശയം ചോദിക്കാമെന്നപ്പോ അങ്ങയുടെ മുഖം ചുളിഞ്ഞു നബിയേ. ശരിയായില്ല നബിയേ, അങ്ങ് ചെയ്തത് ശരിയായില്ല നബിയേ, ഇനി ഒരിക്കലും ചെയ്യല്ലേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പടച്ചറപ്പൊരു താക്കീത് കൊടുത്തെന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ അല്ലാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കും നീ അടുത്തു കഴിഞ്ഞാ തെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാലും നിന്നെ കൊണ്ട് കഴിയില്ല. ആരൊക്കെ നിന്നെ തെറ്റിലേക്ക് ക്ഷണിച്ചാൽ തെറ്റ് ചെയ്യാൻ എത്ര വലിയ അവസരം കിട്ടിയാൽ ചെയ്യൂല പൊന്നുമോളെ, ചെയ്യൂല പൊന്നുമോളെ. അല്ലാഹു നിന്നെ സംരക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലവാ. നിങ്ങൾ ആരെന്നറിയുവോ? ഈ പാതിരാത്രി ഇവിടെ ഒരുമിച്ച് കൂടിയവരാരെന്നറിയുവോ? കിലോമീറ്ററുകളോളം പടച്ചവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് തളർന്നിട്ട് വന്ന് കിടന്നുറങ്ങാൻ കിട്ടിയ സമയത്ത് അവിടുന്ന് സ്വന്തം വണ്ടി വിളിച്ചിട്ട് ഈ പാതിരാത്രി സദസ്സിലേക്ക് ഒഴുകി വന്ന പെങ്ങള്, നിന്നെ കൊണ്ട് അല്ലാഹു പാപം ചെയ്യിപ്പിക്കില്ല. നിനക്ക് തെറ്റ് ചെയ്യാൻ അവസരം കിട്ടിയ അല്ലാഹുവേ നിന്നെ തെറ്റിൽ നിന്ന് അല്ലാഹു സംരക്ഷിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ അതല്ലേ പെങ്ങളെ നിനക്ക് വേണ്ടത്, അതല്ലേ നിനക്ക് വേണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? നീ പടച്ചറപ്പിന്റെ മുന്നിലേക്ക് രണ്ട് കൈയും നീട്ടിയിട്ട് എന്തു ചോദിച്ചാൽ അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്. അല്ലാഹുവിലേക്ക് രണ്ട് കൈയും ഉയർത്തിയിട്ട് ഈ സദസ്സിലിരുന്നു കൊണ്ട് എന്തു ചോദിച്ചാലും അല്ലാഹു തരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുമ്പോ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഖലീലാണല്ലോ, അല്ലാഹുവിന്റെ ഖലീലാണല്ലോ. അവിടുന്ന് പടച്ചവനോട് ദുആ ചെയ്തു, അവിടുന്ന് ദുആ ചെയ്തു, റബ്ബേ ലോകം അവസാനം വരെയുള്ള ജനങ്ങൾ എന്നെ ഓർക്കണേ അല്ലാ, എന്നെ സ്മരിക്കണേ അല്ലാ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ദുആ ചെയ്തപ്പോ അല്ലാഹു ആ ദുആ സ്വീകരിച്ചില്ലേ? അല്ലാഹുവിന്റെ ഖലീലല്ലേ? എന്റെ പ്രിയമുള്ളവരെ, മക്കയിലേക്ക് കടന്നു ചെല്ലുമ്പോ ഇബ്രാഹിം നബിയെ ഓർക്കാതിരിക്കാൻ കഴിയുമോ? എന്തിന്? 5 വഖത്തും പടച്ച റബ്ബിന്റെ മുന്നിൽ നിസ്കരിക്കുന്നവരാണല്ലോ. ആ നിസ്കരിക്കുന്ന സമയത്ത് ഇബ്രാഹിം നബിയെ ഓർക്കാതെ നമുക്ക് നമസ്കാരം പൂർത്തീകരിക്കാൻ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പടച്ച റബ്ബ് ഇഷ്ടപ്പെട്ടവര്, നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, നിന്റെ ആഗ്രഹങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് റബ്ബുൽ ഇസ്സത്തായ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് നിനക്ക് വേണ്ടതൊക്കെ ചോദിച്ചോ ചെറുപ്പക്കാരാ, വേണ്ടതൊക്കെ ചോദിച്ചോ പെങ്ങളെ. രോഗം മാറണോ മോളെ, കടം മാറണോ മോളെ, പ്രയാസം മാറണോ
മാറണോ മോള്? സമാധാനമുള്ള ജീവിതം വേണോ മോള്? നല്ല ഒരു ഭാവി വേണോ മോള്? സാലിഹായ ഭർത്താവിനെ വേണോ മോള്? ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ വേണോ? അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് രക്ഷപ്പെടണോ? പൊന്നു പെങ്ങളെ, എന്തു വേണമെങ്കിലും നീ ചോദിച്ചോ, എന്തു വേണമെങ്കിലും അല്ലാഹുവിന്റെ മുന്നിലേക്ക് കയ്യുയർത്തിയിട്ട് ദുആ ചെയ്തോ. നീ ചോദിക്കുന്നതിൽ നല്ലത് അല്ലാഹു നിനക്ക് തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന രണ്ടാമത്തെ പ്രതിഫലമാണ് 3. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സഹാബ, ചോദിക്കണ്ട സഹാബ, ചോദിക്കണ്ട സഹാബ, ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയ മുസ്ലിമേ, നീ അല്ലാഹുവോട് ഒന്നും ചോദിക്കണ്ട. നിന്റെ മനസ്സിന്റെ ഉള്ളില് ആഗ്രഹം വെച്ചാൽ നീ ആഗ്രഹിക്കുന്നത് അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈ രാത്രി ഒരുമിച്ച് കൂടിയ നിങ്ങൾക്ക് അല്ലാഹു തരുന്ന 3ാമത്തെ പ്രതിഫലം, നിന്റെ മനസ്സിന്റെ ഉള്ളില് ഒരാഗ്രഹമുണ്ടെങ്കിൽ ചോദിക്കാതെ ആ ആഗ്രഹം അല്ലാഹു സാധിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും കഅബയുടെ നേരെ നിന്നാണല്ലോ നിസ്കരിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന് പരിശുദ്ധമായ കഅബയിലേക്ക് നിന്നാണ് നിസ്കരിച്ചത്. അങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരിക്കൽ ജിബ്രീൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഖിബല മാറ്റിയിരിക്കുന്ന നബിയേ, ഇന്നു മുതൽ കഅബയുടെ നേരെ നിന്നല്ല ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കണം നബിയേ. ജിബ്രീൽ വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന് കഅബയുടെ ഭാഗത്ത് നിന്ന് തിരിഞ്ഞു നിൽക്കുകയാണ്, ബൈത്തുൽ മുഖദ്ദസിന്റെ നേരെ നിന്ന് നിസ്കരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ നിസ്കരിക്കാ സമയമാകുമ്പോ കൈകെട്ടുന്നതിന് മുമ്പ് ആകാശത്തിലേക്ക് നോക്കുകയാണ്. ആ നോട്ടത്തിന്റെ കാരണം എന്തെന്നറിയുവോ? പ്രവാചകന് പഴയ ഖിബലയിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കണമെന്നാണ് ആഗ്രഹം. അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിലെ ആഗ്രഹം ഖിബല അങ്ങോട്ട് മാറ്റിയത് അവിടെ ഇഷ്ടമല്ല, അല്ലാഹുവിന്റെ കഅബയിലേക്ക് തന്നെ നിസ്കരിക്കണമെന്നാണ് ആഗ്രഹം. പടച്ചവരോട് പറഞ്ഞില്ല, അല്ലാഹുവിനോട് ചോദിച്ചില്ല. നിസ്കരിക്കാൻ കൈകെട്ടുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ ആകാശത്തേക്ക് നോക്കുകയാ. ജിബ്രീൽ വരുന്നുണ്ടോ? ജിബ്രീൽ വരുന്നുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ അവിടെ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുമ്പോ ആകാശത്തേക്ക് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിക്കാൻ കൈകെട്ടുകയാണ്. നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അതാ ജിബ്രീൽ വന്നിട്ട് പറയുന്നു, നബിയേ, അങ്ങയുടെ ആഗ്രഹം പോലെ ഖിബല മാറ്റിയിരിക്കുന്നു നബിയേ, മക്കയിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കു നബിയേ. ജിബ്രീൽ അതാവെന്ന് പറഞ്ഞു എന്ന് ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമാണ്. മനസ്സിന്റെ ഉള്ളിൽ എന്തെങ്കിലും മോഹമുണ്ടോ, എന്തെങ്കിലും ആഗ്രഹമുണ്ടോ, നീ ചോദിക്കാതെ നിന്റെ ആഗ്രഹം അല്ലാഹു സാധിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്രയോ മോഹങ്ങൾ നീ ആഗ്രഹിച്ചത് റബ്ബ് തന്നിട്ടില്ലേ, ചോദിക്കാതെ തന്നില്ലേ? എത്രയോ കാര്യങ്ങള് പടച്ച റബ്ബിനോട് ചോദിക്കാതെ തന്നെ അല്ലാഹു നിങ്ങൾക്ക് തന്നില്ലേ പെങ്ങളെ? എന്തുകൊണ്ടെന്നറിയോ? ചോദിക്കാതെ തന്നതിന്റെ കാരണം എന്തെന്നറിയുവോ? ഈ സ്നേഹമാമോളെ, ഈ സ്വലാത്തിന്റെ പ്രതിഫലമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ നാലാമത്തത് എന്തെന്നറിയുവോ? അല്ലാഹു തരുന്ന നാലാമത്തെ കാര്യം എന്തെന്നറിയുവോ? അല്ലാഹു നിനക്ക് വേദന തരും, അല്ലാഹു നിനക്ക് ദുഃഖം തരും, അല്ലാഹു നിനക്ക് പ്രയാസം തരും. അല്ലാഹു പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ